അഭിഷേ, എനിക്ക് നിന്നെ അറിയാവുന്നത് കൊണ്ട് പറയുക, പുതിയ മാനേജറാണ്. നോക്കിയും കണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജപ്തി വരെ മാഡം ഒഴിവാക്കി തരും. മാഡം, ഇതാണ് ബബീഷ്. എന്താണ് നിന്റെ പേര്? ജയശ്രീ. സീനിയേഴ്സിനോട് സല്യൂട്ട് അടിക്കാൻ അറിയില്ലടി മാഡം. അപ്പോൾ ബബീഷ് സുകുമാരൻ എമുപക്ഷി ഫാം തുടങ്ങാൻ വേണ്ടി എടുത്ത വക ലോൺ 5 ലക്ഷം, പലിശയും കൂട്ടുപലിശയും ചേർത്ത് 8 ലക്ഷം. പലിശ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പോൾ മുതൽ താൻ അടയ്ക്കുമോ? രവിചേട്ടനൊന്ന് അങ്ങോട്ടേക്കാവോ? എനിക്ക് ഇയാളോട് മാത്രം സംസാരിക്കാനുണ്ട്. ജയശ്രീക്ക് സുഖല്ലേ? ഞാനൊരു സത്യം ചോദിക്കട്ടെ? ഓ, എമുപക്ഷിയുടെ വികസനത്തിന് വേണ്ടി എടുത്ത ലോണല്ല ഇതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിർദ്ദയായ കാമുകിയെ പഠിപ്പിക്കാൻ വേണ്ടി ഇയാളെടുത്ത ലോൺ, കാമുകി പഠിച്ച് ജോലി കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കാമെന്ന വാക്കിന്മേൽ എടുത്ത ലോൺ ഇപ്പൊ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ജപ്തിയുടെ വാക്കി നിൽക്കുന്നു. ഇതല്ലേ സത്യം? ഇനി പറ, എപ്പോ തിരിച്ചടയ്ക്കും? എന്റെ പൊന്ന് ജയശ്രീ, പൊന്നു കൂട്ടി വിളിക്കാനേ താൻ എന്റെ പഴയ കോളേജ് ക്രഷൊന്നും അല്ല. സോറി മാഡം, മാഡത്തിന് അറിയാലോ ആ പന്ന പുന്നാര മോളെന്നെ പറ്റിച്ചതാ. ആ കോഴ്സ് പഠിച്ചാൽ ഒരുമിച്ച് കാനഡയിൽ പോയി സെറ്റിൽ ആവാന്ന് പറഞ്ഞ് പോയതാ. എന്നിട്ട് ഞാൻ കാണുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, അവളും ഏതൊരു സായിപ്പും കൂടെ ഉള്ള ഒരു കല്യാണ ഫോട്ടോ. അവൾ അവിടെ പോയി വേറെ സെറ്റിലായത് പോട്ടെ, എന്നെ ഒന്ന് സെറ്റിൽ ചെയ്തൂടെ? ഇതിപ്പോ കടവും കടത്തിനുകൾ കടവാ. ബ്ലഡി ചീറ്റർ. തന്നോട് ഞാൻ ആരും തവണ പറഞ്ഞല്ലേ അവള് ശരിയല്ല, അവള് തേക്കുന്നു. അന്ന് താൻ എന്താ എന്നോട് പറഞ്ഞത്? എനിക്ക് പോസസീവ്നെസിന്റെ അസുഖമാണ്, പാലും തൈരും പിരിഞ്ഞാലും ബബീഷും ഗായത്രി പിരിയില്ല. എന്നിട്ട് എന്തായിടോ? പാലവിടെ കാനഡയിൽ തൈര് ഇവിടുന്ന് പുളിക്കുന്നുണ്ട്. മാഡം, വാലന്റൈൻസ് ഡേയുടെ റിജക്ഷനും ആർട്സ് ഡേയുടെ അപമാനിക്കലും റാഗിങ്ങും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മനസ്സിൽ വെച്ച് എന്നോട് പക പോക്കരുത്. അത് ചെയ്യാനായിരുന്നെങ്കിൽ ആ ഫെയർവെല്ലിൽ നിന്ന് 1-ാം തീയതി നിന്ന് ചട്ടി എടുത്ത് തന്നെ താലിട്ടാ പോരായിരുന്നു. അത് ഞാൻ ചെയ്തില്ലല്ലോ. അപ്പോ ജപ്തി ഒഴിവാക്കാൻ ഒരു വഴിയില്ലേ? ഒരു വഴിയില്ല. എന്നെ കൈവിടരുത് പ്ലീസ്. പണ്ട് കോളേജ് ഇലക്ഷൻ്റെ അന്ന് 4-5 ഗുണ്ടകളൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ നെഞ്ചു മിരിച്ചെന്ന് എല്ലാ ഇടിയും ഒറ്റയ്ക്ക് കൊണ്ട ഒരു ബബീഷ് സുകുമാരനുണ്ടായിരുന്നു. പണ്ട് ജീവിതത്തിലെ അവസ്ഥകളൊക്കെ ഇങ്ങനെ മാറുമ്പോഴേ ഒരുപാട് കുരുങ്ങിക്കണ്ട. ഇയാൾക്കത് ചേരുള്ളൂ. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ. താങ്ക്സ്. കറക്റ്റാണോ സാർ?